ഈ വ്യാജരേഖ ചമച്ചു എന്നുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊച്ചിയിൽ നിന്ന് നൽകിയതാണ്. അതായത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ നാളുകളായിട്ട് വ്യാജരേഖ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്. 2013 അയാൾ LLB എടുത്തുകൊണ്ട് എൻറോൾ ചെയ്യുന്നത്. തുടർന്ന് അയാൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള മനൂജി രാജാണ് നിലവിൽ ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇയാളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ കേസ്, അതായത് 2 കേസുകളാണ് മനൂജി രാജിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിലും മറ്റൊന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യത്തെ FIR ഇട്ടത്. പക്ഷേ 1 മാസം പിന്നിട്ടിട്ടും മനൂജി രാജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിൽ ഏകദേശം 200 മീറ്റർ ചുറ്റളവിലാണ്, ആ ഒരു പ്രദേശത്താണ് മനൂജി രാജ് താമസിക്കുന്നത്. ഒപ്പം തന്നെ അയാൾ അവിടെ വന്നു പോകുന്നതായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അയാളെ പിടികൂടി അറസ്റ്റ് ചെയ്യുവാനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഒന്നും പോലീസ് കടന്നിട്ടില്ല. അതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് വ്യാജരേഖ ചമച്ചു എന്നുള്ള ഒരു കേസ് അതീവ ഗുരുതരം തന്നെയാണ്. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വ്യാജരേഖ ചമച്ച കേസുകളിൽ സാധാരണഗതിയിൽ പരാതിക്കാരനോ അല്ലെങ്കിൽ സാക്ഷിയോ പിന്മാറിയാൽ പോലും ആ കേസ് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇയാളുടെ ഈ ഒരു വിഷയത്തിൽ, അതായത് ഇയാൾ വ്യാജരേഖ ചമച്ചു എന്ന് സർവകലാശാല അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബീഹാറിലെ മഗധ് സർവകലാശാലയിൽ നിന്ന് LLB സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടായിരുന്നു ഇയാൾ പ്രാക്ടീസ് ചെയ്തത്. അത് പിന്നീട് വ്യാജരേഖയാണെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയുകയും ചെയ്തു. സർവകലാശാലയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് തങ്ങളുടെ സർവകലാശാലയിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അല്ല, ഇത് വ്യാജമാണെന്നാണ് സർവകലാശാല അധികൃതർ പോലീസിന് നൽകിയിട്ടുള്ള വിവരം. എന്തായാലും ഇയാളുടെ മനൂജി രാജിന്റെ അറസ്റ്റ് വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.